ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കും എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതിജ്ഞ നിറവേറ്റുകയാണ് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിനുശേഷം രണ്ടാം തവണയാണ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തുന്നത്. ഏകദേശം 50 IAF യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രവും 4 പ്രൈംഡ് മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെ ഇറാനിലെ ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളിൽ 150 യുദ്ധോപകരണങ്ങളാണ് ഇസ്രായേൽ വർഷിച്ചത്. ലഞ്ചാൻ, മുബാറക്കെ, ഷഹ്റസ, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആദ്യ ആക്രമണത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണ അടിസ്ഥാന സൗകര്യങ്ങളും ലാബുകളും ഉൾപ്പെടെ നിരവധി നിർണായക ഭാഗങ്ങൾ തകർന്നതായി IDF അറിയിച്ചു. ടെഹ്റാനിൽ നിരവധി ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും ഇറാന്റെ സെൻട്രിഫ്യൂജ് ഉൽപാദനശേഷിയിൽ കാര്യമായ നാശനഷ്ടം വരുത്തിയതായും സൈന്യം പറഞ്ഞു. ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ട്രക്കുകൾ, ബാലിസ്റ്റിക് മിസൈൽ സംഭരണ വിക്ഷേപണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇറാനിയൻ റഡാറുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയതായി IDF കൂട്ടിച്ചേർത്തു. ഇറാനിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ 3 ഉന്നത IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും സൈന്യം അറിയിച്ചു. IRGC ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ ഡിവിഷൻ തലവൻ സയ്യിദ് ഇസാദി, ഖുദ്സ് ഫോഴ്സിന്റെ യൂണിറ്റ് 190യുടെ തലവൻ ബഹ്നം ഷഹ്രിയാരി, IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ ഡ്രോൺ യൂണിറ്റ് തലവൻ അമിൻപൂർ ജൌദാക്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഒരു ആണവ ശാസ്ത്രജ്ഞനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജൂൺ 13-ന് ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇറാൻ 470-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം 1000 ഡ്രോണുകളും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.